നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുന്ന സൗദി അറേബ്യയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. സൗദിയിൽ വിവിധ രീതിയിലുള്ള നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ട 15,668 പേർ സൗദിയിൽ അറസ്റ്റിലായിട്ടുണ്ട്. രാജ്യത്തെ അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിനായി പ്രവാസികളുടെ താമസയിടങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ റെയ്ഡുകളിലാണ് ഇത്രയേറെ പേർ പിടിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് താമസിക്കുന്നവരെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും കണ്ടെത്തി നാട് കടത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് സൗദി സുരക്ഷാ ഏജൻസികൾ റെയ്ഡുകൾ നടത്തിയിരിക്കുന്നത്. കൂടാതെ സെപ്റ്റംബർ 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ച കാലയളവിലാണ് ഇത്രയും പേർ അറസ്റ്റിലായതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയതെന്നും വരും ദിനങ്ങളിൽ സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അനധികൃത താമസക്കാർക്കായുള്ള തിരച്ചിലിൽ ഓരോ ആഴ്ചയിലും ശരാശരി 15,000-ഓളം പേർ പിടിയിലാവുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ പ്രവാസികൾ പിടിയിലായത് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനാണ്. 9,331 പേരാണ് താമസ വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതിന് അറസ്റ്റിലായത്. വിസ കാലാവധി കഴിഞ്ഞ് പുതുക്കാത്തവരും സ്പോൺസർമാരില്ലാതെ രാജ്യത്ത് കഴിയുന്നവരും വിസയിൽ രേഖപ്പെടുത്തിയതല്ലാത്ത സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ ഉൾപ്പെടും. 4,226 പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 1,930 പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും പിടിയിലായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ 364 പേരെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 65% പേർ എത്യോപ്യക്കാരും 27% പേർ യമനികളും ബാക്കി 8% പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്ത് പുറത്തു കടക്കാൻ ശ്രമിക്കവേ 38 പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു. അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാ സൗകര്യം ഒരുക്കുകയും ചെയ്ത 20 പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. അതേസമയം വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ട 46,064 പേർ നിയമ നടപടികൾ കാത്തുകഴിയുന്നതായും അധികൃതർ അറിയിക്കുകയുണ്ടായി. അതിൽ 43,005 പേർ പുരുഷന്മാരാണ്. 36,540 പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾ ശരിപ്പെടുത്തുന്നതിനായി തന്നെ അവരവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. 2,081 പേർ നാടു കടത്തപ്പെടാനായി കാത്തിരിക്കുന്നവരുണ്ട്. 9,293 പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ നാട് കടത്തിയതായും അധികൃതർ അറിയിക്കുകയുണ്ടായി. എന്നാൽ അതിനിടെ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് കാത്തിരിക്കുന്നതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളും സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടുകയും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.